മാന്യ സദസ്സിന് വന്ദനം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ടിപ്പിക്കൽ ഫാമിലിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ സന്ദർഭങ്ങൾ, ഒരു സീൻസ് കുറച്ചൊക്കെയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എടാ മോനെ, സമയത്ത് നിനക്ക് 8:30 പോകണമെന്ന് പറഞ്ഞല്ലേ? സമയത്ത് 8 മണിയായിരിക്കും. നീ ഇനി എപ്പോൾ എണീച്ച് പോകാനാ? എടാ എണീക്കടാ, വേഗം വാ. ഇനിയിപ്പോ എണീച്ച് പോകണം, പുല്ല് സമയമായല്ലോ. എടാ പല്ലേക്കുന്ന സമയത്ത് താഴെ ഒന്ന് വെക്കടാ, മര്യാദക്ക് പല്ലേക്ക്. ആ പല്ലല്ലേ തന്നെ പുഴുവരിച്ചിരിക്കുക. രാത്രിയോ പല്ലേക്കില്ല, അന്ന് രാവിലെ മര്യാദക്ക് തേക്ക്. കുളിക്കണം. വയ്യേ, ഇന്നലെ രാത്രി കുളിച്ചല്ലേ, വന്നപ്പോ വയ്യല്ലോ. ഇനി എന്തിനാ കുളിക്കണേ? എടാ കോളേജിലേക്കല്ലേ പോകുന്നേ, അല്ലാതെ വേറെ എവിടെയല്ലല്ലോ. കുളിച്ച് വൃത്തിയായി പോടാ. ഓ ഇനി അവിടെ പോയിട്ട് രാവിലെ തന്നെ ഇരുന്ന് ഉറക്കു വെക്കണം. തുടങ്ങിക്കോളും രാവിലെ തന്നെ സൈക്കോളജിന്റെ ക്ലാസ്. ഓ പത്മനാഭ മിസ്സായിട്ട് കുഴപ്പമില്ല, കുറച്ചെങ്കിലും ശ്രദ്ധിച്ചിരിക്കാം. അല്ലെങ്കിലോ എന്ത് ചെയ്യും? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വല്ല ലണ്ടനിലോ ആയാൽ മതിയായിരുന്നു, ഒരു ബ്രെഡിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. ഇതിപ്പം പുട്ടും കയറ്റി പോകണം. ഓ വേറൊന്നും വെക്കാൻ മതിയില്ലേ? വല്ല ബ്രെഡും ജാമോ വല്ല മുട്ടയോ ഒന്നും പോലെ നീ ഇതൊക്കെ തിന്നിട്ട് പോയാൽ മതി. എനിക്കറിയില്ലേ, രാവിലെ രാജാവിനെ പോലെ ഭക്ഷണം കഴിക്കുന്നോ? ഉച്ചയ്ക്ക് സാധാരണക്കാരെ പോലെയും രാത്രി പട്ടിണിക്കാരൻ കഴിക്കുന്ന അത്രയും കഴിക്കണം എന്നാ പറയുന്നത്. പിന്നെ എന്നിട്ടിപ്പോൾ എന്തായി? നിങ്ങളുടെ കുടുംബം എല്ലാവരും നോക്കിയേ, ഓരോരുത്തർക്ക് ഓരോ അസുഖം, എന്നിട്ട് ഒരേ ആവശ്യമില്ല. ഇതൊക്കെ അമേരിക്ക സൈഡിലാകുമ്പോൾ അവർ ജീവിക്കുന്നില്ലേ? പിന്നെന്താ അവർക്ക് വലിയ കുഴപ്പമുണ്ടോ? ആ നീ കഴിച്ചിട്ട് പോകാൻ നോക്കി, എല്ലാത്തിനും ലേറ്റ് ആയി. എടാ പ്രണവേ, നീ ഇവിടെ എത്തി, സമയം ലേറ്റ് ആയി. നീ വരുന്നേ ഞാൻ വിചാരിച്ചത്. വേഗം വാ. ഓ ഒന്നും പറയണ്ടടാ, ഞാൻ എണീച്ചപ്പോഴും ലേറ്റ് ആയി പോയി. ആ സാറില്ല, ഒരു 10 രൂപ കൊടുത്ത് കയറണമെന്നല്ലേ ഉള്ളൂ. നീ കയറി വാ, പോവാം. ആ എന്താടാ ലേറ്റ് ആയിരുന്നു? 10 രൂപ വീതം ഫൈൻ അടിച്ചിട്ട് പോയാൽ മതി ഇനി. എപ്പോഴും ലേറ്റേ വന്നോളൂ. നിനക്കൊന്നും പിന്നെ വീട്ടിൽ നിന്ന് പൈസ തരുന്നോണ്ട് കുഴപ്പമില്ലല്ലോ, നീ ഒന്നും അധ്വാനിക്കുന്നതല്ലല്ലോ. കയറാൻ നോക്കി ഇനി ക്ലാസ്സിൽ. ഓ ആയിക്കോട്ടെ. എടാ നീ എന്താ ലേറ്റ് ആയത്? ഓ ഒന്നും പറയണ്ടടി, എണീക്കാൻ ലേറ്റ്. പിന്നെ അമ്മയുടെ വകയിൽ നിന്ന് രാവിലെ തന്നെ കിട്ടിയപ്പോൾ അതും സമാധാനമായി. ഒന്നും പറയണ്ട. എടാ വീട്ടിൽ കല്യാണം തുടങ്ങിയിട്ടുണ്ട്, ഞാനെന്തെങ്കിലും ചെയ്യുക. ഓ അതൊന്നും നീ കാര്യമാക്കണ്ട. ഇത് കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ ക്യാമ്പസ് ഇന്റർവ്യൂ വെച്ച് ഞാൻ കയറിക്കുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സെറ്റാക്കാം. നിന്റെ അച്ഛനോട് ഞാൻ സംസാരിച്ചോളൂ, അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. അതല്ലടാ, ഇത് കഴിയുമ്പോഴേക്ക് തന്നെ എൻ്റെ കല്യാണം നോക്കുന്നുണ്ട്. അച്ഛൻ കുറച്ച് പിടിവാശിയുണ്ട്. ഞാനൊന്നും പേടിക്കണ്ട, അതൊക്കെ ആയിട്ടുള്ളൂ. അത് മാത്രല്ലടാ, നമ്മുടെ ജാതിയുടെ പ്രശ്നം. ഇക്കാലത്ത് ജാതി നോക്കാനോ? നിന്റെ തന്തപ്പണി അത്ര പോരാ. ഡാ നീ വെറുതെ എൻ്റെ അച്ഛനെ പറ്റി പറയണ്ട കേട്ടോ. അത് നമ്മുടെ ഫാമിലി അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. അച്ഛൻ്റെ കുഴപ്പമില്ല, അവരുടെ അച്ഛനൊക്കെ അങ്ങനെ വളർത്തി, അതിൻ്റെ ഒരു കുഴപ്പമാടാ. അച്ഛൻ സത്യം പറഞ്ഞ പാവ, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ ഒന്നും പേടിക്കണ്ട, നമുക്ക് എന്തായാലും നോക്കാം. എന്നാലും വൈകുന്നേരം ആകട്ടെ. എന്നിട്ട് നീ എന്തായാലും വീട്ടിലെത്തിരി വിളി, ഞാൻ നോക്കിയിട്ട് വരാം. അയ്യോ ഇന്ന് വരണ്ടടാ, അച്ഛൻ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ എൻ്റെ അച്ഛൻ ഉണ്ടാവുക സമയത്ത് എത്ര പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. എടാ എന്നാലും അത് വേണോ? അത് പിന്നെ നമുക്ക് നോക്കാം. എന്താ മോളെ, വാ പോവാം. ഇന്നത്തെ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എടാ അവിടെ പോയല്ലോ, എന്താ നിന്റെ പരിപാടി? ഓ ഒന്നുമില്ലടാ, വീട്ടിൽ പോകണം. അവിടെ നിന്ന് കുറച്ച് പറയണം, ബാക്കി അമ്മയുടെ കിട്ടുമ്പോൾ എണീച്ച് പിന്നെയും വരണം. ഇന്നൊന്ന് അവിടെ വീട്ടിൽ പോകണമെന്നുണ്ട്, നീ വരുമോ? പിന്നെ നിന്റെ പെണ്ണിച്ച പറയാ, നീ പോകുന്നതിന് ഞാൻ പോയിട്ട് നാട്ടുകാരെ അടി മേടിക്കണം. ഒന്ന് പോടായിരുന്നു,
ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി. വേണേ വണ്ടി എടുത്തു. ആ അങ്ങനെ അങ്ങനെ അന്നു നിന്നേ മതിലിന് വലിപ്പം കൂട്ടിയായിരുന്നോ? ഈ തന്തപ്പണി ഇനിയും രാത്രി രാത്രി സ്റ്റേ കയറ്റി വെക്കുന്നുണ്ടോ ആവോ? എടി തുറക്കടി, ഇത് ഞാനാ. അച്ഛനുണ്ട് പുറത്ത്. പിന്നെ എൻ്റെ അച്ഛൻ. പിന്നെ നീ പറ, എന്താ കാര്യങ്ങളൊക്കെ? നീ പേടിക്കാതിരിക്കണ. അവയാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കൂർക്കം വലിച്ച് ഉറങ്ങുന്നതല്ലേ. ഞാൻ എത്ര വയസ്സ് മുതലുണ്ട് എടാ, എന്നാലും ഒരു പേടി. അത് വിട്. പിന്നെ എന്തൊക്കെയാ പരിപാടി? നമ്മുടെ ഭവ്യാരത്തെ പറ്റി വല്ല ചിന്തയുണ്ടോ? പിന്നെ എൻ്റെ ഭവ്യാരത്തെ പറ്റി ചിന്തിക്കാൻ ഇവിടെ ഇപ്പം അതെന്ത് നടക്കുന്നത് ഓർത്ത് എനിക്ക് പേടിയാത്ത കൈയിട്ട് വിറക്കുകയും. നീ ഒന്നും മിണ്ടാതെ പേടി. ഞാൻ എത്ര വയസ്സ് വന്നിരിക്കുന്നു? ആ എന്താ സ്ഥിരം പരിപാടി തന്നെയാണോ? അല്ല അത് അയ്യോ അച്ഛൻ. ആ നീ ഒന്നിങ്ങ് വന്നേ. എടാ, നീ എൻ്റെ മോളെ രാത്രി കാണാൻ വരുവാടാ. എടാ, നിന്നെ അന്നേ ഞാൻ നോട്ടായിട്ട് വെച്ചാ. നീ ആ ചേലപ്പൻ്റെ മോനല്ലടാ? നിന്നോട് എൻ്റെ മകളെ പുറകെ നടക്കരുതെന്ന് 100 പ്രാവശ്യം പറഞ്ഞല്ലടാ. അല്ല അത് നമ്മൾ ഇഷ്ടത്തിലായിട്ട് വെച്ചാ. ഇഷ്ടത്തിലോ? എന്ത് ഇതൊക്കെ ഈ പ്രായത്തിൽ തോന്നുന്നത് തന്നെയാണ്. പക്ഷെ ഇനി എൻ്റെ മോളെ പുറകെ നടക്കുന്ന കയ്യറ വെച്ച് നിന്നോട് പറഞ്ഞതല്ലേ? അല്ല അച്ഛാ, അത് അച്ഛാ അതല്ലേ, ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു. നമുക്ക് പിരിയാൻ പറ്റില്ല. പിരിയാൻ പറ്റാതെ ഇഷ്ടം. എടാ, അങ്ങനെ കുറെ കണ്ടിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. അങ്ങനെ പല കല്യാണവും അതും മുടക്കിയിട്ട് നമ്മൾ വേറെ നടത്തിയിട്ടുമുണ്ട്. ഇതൊക്കെ പണ്ടേ നടക്കുന്നതാ. പക്ഷേ ഈ പരിപാടിയൊന്നും നടക്കില്ല. മതിലെ ചാടി രാത്രി പെണ്ണിന്റെ വീട്ടിലാണ് ഇരിക്കുന്നു. നിനക്കൊക്കെ വീട്ടിലെ അമ്മയമ്മങ്ങളില്ലടാ. അല്ല അച്ഛ, അങ്ങനെയല്ല അച്ഛ. എടേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവരെ ബന്ധം ഉപേക്ഷിക്കാൻ. അല്ല അച്ഛ, അത് അങ്ങനെയല്ല അച്ഛ. നീ അച്ഛ അങ്ങനെയല്ല. അവനെ എനിക്ക് വിട്ട് പിരിയാൻ പറ്റില്ല അച്ഛ. അത്രക്ക് നമ്മുടെ ഇതായി പോയി. അവളുടെ ഇഷ്ടം അച്ഛ. അങ്ങനെയല്ല അച്ഛ. അയ്യോ അതല്ലേ, അവള് കൊച്ചല്ലേ, അവൾക്ക് അറിയാതെ പറ്റിപ്പോയതാ. എന്ത് കൊച്ചേ? ഇത് രാത്രിയൊക്കെ അവൻ മതിലാടിയിരുന്നു. ഇതാണോ നീ കൊച്ചേ? ഇനി ഇവരൊക്കെ എവിടെയൊക്കെ പോയിട്ട് എന്താ അറിയാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല, നമ്മുടെ കൊച്ചല്ലേ, അവൾ പറഞ്ഞാൽ മനസ്സിലാവും. എന്ത് മനസ്സിലാവാൻ? ഇന്ന് ഒപ്പിച്ചത് ഇനി വേറെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. ഇനി അവൾ നമ്മുടെ കുടുംബത്തിലെ പേര് അവൾ കളയും. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇന്ന് ആദ്യമായിട്ട് അവൻ വന്നത്. ആദ്യമായിട്ട്. അവൻ അന്നേ ഞാൻ നോട്ടേണ്ടതായിരുന്നു. ഹലോ. ആ എടി, നീ അറിഞ്ഞോ? അവനെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അത് ഹോസ്പിറ്റലിലാണ്. നിന്റെ അച്ഛനന്ന് എന്തോ അടിച്ചപ്പോൾ, അവനെ തല പോയി അടിച്ചപ്പോൾ എന്തോ ഒരു ബ്ലഡ് കോട്ടി ആയിട്ടുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. അയ്യോ അയ്യോ, എടാ ഞാനെന്ത് ചെയ്യും? എന്നെയാണെങ്കിൽ പുറത്ത് പോലും വിടാൻ പറ്റില്ല. എനിക്കൊന്നും അവനെ കാണണമായിരുന്നു. ഞാനെന്ത് ചെയ്യും? ആ അവനായിട്ടായിരിക്കും ഗോള്. നീ താടി ഫോണ്. അല്ല അച്ഛാ, അവനന്ന് അച്ഛനടിച്ചപ്പോ എന്ത് അവനൊക്കെ കൊള്ളണത് തന്നെയാണ്. രാത്രി മാതിരം ചാടി വന്നോളൂ മാന്യന്മാരുടെ വീട്ടിലൊക്കെ. അവിടെ നിൽക്ക്. അവനെന്താ ഇനി പറ്റിക്കാണോ? അയ്യോ ഞാനാണേ. അതല്ലാണ്ട് ഇനി ഞാനും മോളെ. എടി മോളെ, നീ എന്താ കിടന്നിരിക്കുന്നത്? മോളെ എണീക്ക്. അയ്യോ ചോര. നീ വന്നേ. അയ്യോ എന്തോ ആടി അവിടെ കഴിക്കാതെ ബോധം കെട്ടി വീണാണ്. ഇത് ചോര. അയ്യോ ഇനി എന്ത് ചെയ്യും? മോളെ നീ എന്താ വിവേകി കാണിച്ചത്? അയ്യോ എടി മോളെ,
എന്തായി കാണിച്ചത്? എനിക്കറിയില്ല, നിന്റെ അച്ഛൻ നിന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. മോളെ, നീ എന്താ ചെയ്തത്? അച്ഛനൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയില്ലേ അച്ഛൻ പറഞ്ഞത്? അന്ന് അച്ഛൻ മോശമായി പെരുമാറി, പക്ഷെ അന്ന് അച്ഛൻ്റെ ഇത് പോയതല്ലേ, നിന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടല്ലേ. നീ ഇത്രയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്കങ്ങനെ അത്രയ്ക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവൻ്റെ ആയിട്ടുള്ള നടത്തിത്തരാം. പക്ഷേ അവൻ ഇവിടെ ഈ വീട്ടിൽ നിൽക്കേണ്ടി വരും. അച്ഛൻ പറയുന്നത് എന്ത് ഞാൻ കേൾക്കാം. ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. അച്ഛൻ നടത്തിത്തരുമോ എൻ്റെ വിവാഹം? അച്ഛൻ വെറുതെ പറയുകയല്ലോ. ഇല്ല, നിനക്കറിയാലോ, നിന്നോട് ഞാൻ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞിട്ട് സാധിച്ചു തരാതിരുന്നിട്ടുണ്ടോ? ഇല്ല. എന്നാലും അച്ഛൻ വാക്ക് തരുമോ? ഞാൻ വാക്ക് തന്നിരിക്കുന്നു, എന്തായാലും ചെയ്തിരിക്കും. പക്ഷേ നീ ഇതുപോലെ ഒന്നും കടം കൈ ചെയ്തിരിക്കരുത്. അച്ഛൻ താങ്ങാനാവില്ല മക്കളെ. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ വേറെ ആരെയായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. നിന്നെ എത്ര ഇപ്പോൾ കോളേജിൽ പോലും കൊണ്ടുവിടുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് വേറെ ഒരു ആപത്തും വേറെ ഒരു ശല്യവും വരായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടം നിനക്കറിയാലോ, ആസിഡും അതൊക്കെ എടുത്ത് നടക്കുന്ന പിള്ളേരാ. അതുപോലെ ഒന്നും നിനക്ക് വന്നാൽ പിന്നെ അച്ഛൻ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് ആകെ നീയല്ലേ ഉള്ളൂ. ഇല്ല അച്ഛാ, അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. കാണാൻ എഴുതുന്നുണ്ടെങ്കിൽ അവൻ പാവമാണ് അച്ഛാ. എന്തായാലും ഞാൻ അവരായിട്ട് സംസാരിക്കാം. എന്നാലും നീ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. താങ്ക് യു.